ഹായ്, നമസ്കാരം. നമുക്ക് ഈ മിത്രം പോർട്ടൽ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് www.emitram.com എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് സൈറ്റിലോട്ട് പോകാം. www.emitram.com എന്ന് ടൈപ്പ് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമിത്രം ലഭിച്ച യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് ഫാദർ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും കൊടുക്കാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫാദർ നെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അഡ്രസ്സ് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എഗ്രിമെന്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ പേരെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഇനി നമ്മുടെ സൈൻ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സൈൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ അപ്ലോഡ് യുവർ സിഗ്നേച്ചർ എന്നതിൽ നമ്മളൊരു പേപ്പറിൽ സൈൻ ചെയ്യുക. സൈൻ ചെയ്ത ശേഷം നമ്മളൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരിക. ഞാൻ എൻ്റെ സൈന് സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം അത് ചെറിയ സൈസിൽ വേണം നമ്മൾ ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ സ്നിപ്പിംഗ് ടൂളോ എന്തെങ്കിലും ഇവിടെ നിന്ന് ചെറുതായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ സൈസിലോട്ട് ആക്കിയാൽ മതി. അത് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോയി അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ചെയ്തു. അതിനുശേഷം ഐ കൺഫേം ദാറ്റ് ഇതുണ്ട് ഇവിടെ ഒരു ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കും. നമ്മുടെ മെയിലിലോട്ട് OTP വരും. OTP ഉണ്ട്, അത് കോപ്പി ചെയ്യുക. അതിനുശേഷം അത് ടൈപ്പ് ചെയ്യുക. OTP ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അത് ഓട്ടോമായിട്ട് തന്നെ നമ്മുടെ എഗ്രിമെന്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുക. ഡൗൺലോഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡിൽ നിന്ന് എടുത്ത് പ്രിന്റ് എടുത്ത് വെക്കുക. ഇതുണ്ടോ, ഡൗൺലോഡിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. കണ്ടോ, നിങ്ങളുടെ എഗ്രിമെന്റ് ഇതാ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവും. നമ്മൾ സൈൻ ചെയ്ത അടക്കം ഇവിടെ ഉണ്ടാവും. ഓക്കെ, എഗ്രിമെന്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അതായത് ഇനി അടുത്ത ട്രെയിനിങ് നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ ട്രെയിനിങ് ചെയ്തു. അതായത് ഓൺലൈനിലുള്ള ട്രെയിനിങ് ചെയ്തു. അതിനുശേഷം ഇനി ലൈവ് ട്രെയിനിങ് വേണം. ലൈവ് ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഷെഡ്യൂൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഷെഡ്യൂൾ ട്രെയിനിങ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ട് ഇവിടെ സ്ലോട്ട്, അതായത് ഇപ്പം ആരാണോ നിങ്ങൾ ട്രെയിനർ അവരുടെ പേര് ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നമ്മൾ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ 27-ാം തീയതി എടുക്കുക. ഏതാണ് സമയം? 27-ാം തീയതി കണ്ടോ, ഇവിടെ ഈ ലൈറ്റായിട്ട് കാണുന്ന ഓൾറെഡി ഷെഡ്യൂള് അവർ ബുക്ക്ഡ് ആയിരിക്കും അവരെ. കാരണം എനിക്ക് 11 മണി തൊട്ടിട്ട് 12 മണി വരെയാണ് ചെയ്യേണ്ടത്. ആ 27-ാം തീയതി ബുക്ക് കൊടുക്കണ്ടോ. അതെ, ഇവിടുത്തെ സക്സസ്ഫുൾ ഒരു ദിവസത്തെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് 28-ാം തീയതി ഞാനിതാ 12 മണിക്ക് കൊടുത്തു. അന്നേരം ബുക്ക് സ്ലോട്ട് കൊടുക്കുക. അന്നേരം കണ്ട 10-ൽ 2 എണ്ണമായി. അങ്ങനെ നമ്മൾ ഇനി അടുത്ത മാസം, അതായത് ശനിയാഴ്ച നമ്മൾ കൊടുത്തു. ഏത് സമയത്താണ് നമുക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കുക. അതിനുശേഷം ബുക്ക് സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പം നവംബർ ഡിസംബർ മാസത്തിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഏതാണ് വേണ്ട സമയം അത് ക്ലിക്ക് ചെയ്യുക.
അതേപോലെ തന്നെ 2-ാം തീയതിയിലേയും ക്ലിക്ക് ചെയ്യുക. ഓരോ ദിവസം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലിക്ക് ചെയ്യുക. കൃത്യമായി നമ്മൾ നോക്കുക, നമ്മുടെ സമയങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ട്രെയിനർ അവൈലബിൾ ആയിരിക്കും. ഓരോ ദിവസവും നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് ചെക്ക് ചെയ്യുക. 7 ദിവസമായി നമ്മൾ. ഇനി അടുത്ത് നമുക്ക് ഒരു ദിവസം വേണ്ട എങ്കിലാണ് നമുക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, അത് വേണ്ടാന്ന് വെക്കാം. ഇനി അടുത്ത ദിവസത്തേക്ക് കൊടുക്കാം. നമുക്കുണ്ട് 4-ാം തീയതിയാണ് ബുക്ക് ചെയ്തത്, ഇനി എനിക്ക് അടുത്ത മൺഡേ മതി, അത് 8-ാം തീയതി മതി, 8-ാം തീയതി നമുക്ക് ഏത് സമയത്താണോ വേണ്ടത് ആ സമയത്ത് ബുക്ക് ചെയ്യും. ഓക്കെ. പിന്നെ ഇപ്പോൾ 8 ദിവസമായി. ഇനി 9-ാം തീയതി ഞാൻ 4:30 ചെയ്തത്, ബുക്ക് സ്ലോട്ട് ചെയ്തു. 10-ാം തീയതി വേണ്ടാന്ന് തീരുമാനിച്ചു. അന്ന് എനിക്ക് വേറെ ബിസി ഉള്ള ദിവസമാണ്. അതിനുശേഷം 11-ാം തീയതി മതി എങ്കിൽ 11-ാം തീയതി എനിക്ക് രാവിലെയാണ് സമയം, ആ സമയം ബുക്ക് ചെയ്യാം. ഓക്കെ, സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി ട്രെയിനിങ് നിങ്ങളെ ഓൾറെഡി ഷെഡ്യൂളായി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ ട്രെയിനിങ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ കണ്ട താഴെ ഗോ ടു യൂസർ ഡാഷ്ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡായിട്ട് വരിക. ഇതിലാണ് നമ്മൾ എല്ലാ സർവീസുകളും ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോ സർവീസായിട്ട് പോർട്ടലുകളൊന്ന് പരിചയപ്പെടുത്താവേ. ഇതുണ്ടോ, ഇപ്പം നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല, ഇവിടെ കോഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കോഴ്സ് നമുക്ക് ഉണ്ടോ, കോഴ്സിലോട്ട് പോകും. നമ്മുടെ കോഴ്സില്ലേ, നമ്മൾ ട്രെയിനിങ്, അതിലോട്ട് ആ ട്രെയിനിങ്ങിലോട്ട് പോകും. നമുക്ക് ആ ട്രെയിനിങ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫോമുകൾ കണ്ട്, ഇവിടെ ഈ ഫോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് വേണ്ട ഫോമുകൾ നമുക്ക് ഇവിടുന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാത്തിൻ്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടാവും. ഈ ഫോമിൽ എൻ്റെ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഉണ്ടോ, എല്ലാത്തിൻ്റെ ഫോം ഉണ്ട്. ആധാറിൻ്റെ ഫോം, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ബാങ്ക് ലോൺ, ഇതിന് എല്ലാവിധ ഫോമുകളും ഉണ്ടാവും. ഓക്കെ. അതേപോലെ പോസ്റ്റേഴ്സ്. ഇനി നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് റീൽസ് ഇടാനും നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ സർവീസും കൊടുക്കേണ്ട പോസ്റ്ററുകൾക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഈ പോസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ സർവീസിനെ കുറിച്ചുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാവും. കണ്ടോ, ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് പോസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് പോസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങൾ പിന്നെ ഡൗൺലോഡ്സിൽ പോയി നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ കണ്ടോ നിങ്ങളുടെ പേരടക്കം വന്ന ആ പോസ്റ്റർ ഉണ്ടാവും. കണ്ടോ, താഴെ ഈ മിത്രം കൃത്യമായിട്ട് ആ സ്ഥലത്ത് അടക്കമുണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ റീൽസ് ആയിട്ടും നിങ്ങളുടെ സ്വന്തം നാട്ടിലുള്ള ഗ്രൂപ്പുകളിലും എല്ലാം നിങ്ങൾ അയക്കേണ്ടതാണ്. അതേപോലെ തന്നെ റെസിപ്റ്റ്, നമ്മളൊരു സർവീസ് ചെയ്തതിന് ശേഷം റെസിപ്റ്റ് കൊടുക്കാൻ ഈ റെസിപ്റ്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതാണ്ട് ഈ വശത്ത് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡിലുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യണം. സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണം. നിങ്ങളുടെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് വെക്കേണ്ടതാണ്. നമ്മുടെ ഓഫീസിൽ തന്നെ വെക്കേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ സ്റ്റാഫ് എല്ലാം മാറിയെന്ന് വിചാരിക്കുക. സ്റ്റാഫ് മാറിയെങ്കിൽ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് അവരെടുത്ത് അവർ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഡൗൺലോഡ് എഗ്രിമെന്റ് നിങ്ങൾക്ക് ഏത് സമയത്തും ഡൗൺലോഡ് ചെയ്യാം. നഷ്ടപ്പെട്ടു പോയാലും ഇത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ട്രെയിനിങ്ങിന്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഇവിടെ ആണ് നോക്കേണ്ടത്. ട്രെയിനിങ് സ്റ്റാറ്റസ് കണ്ടോ, എല്ലാം പെൻഡിങ് ആണ്. ഇതോടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യില്ല, അതുകൊണ്ട് അവിടെ ഉണ്ടാവും. ട്രെയിനിങ് കഴിഞ്ഞതിന് കൃത്യമായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കറക്റ്റ് സമയത്തിന് നിങ്ങൾ ട്രെയിനിങ് പങ്കെടുക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ സമയം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു സ്റ്റാഫ് അതേവിടെ നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കാതെ തന്നെ ആ ട്രെയിനിങ് പങ്കെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ പല ടൂളുകളും ഇവിടെയുണ്ട്. ടൈപ്പിംഗ് ടൂൾ ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, ട്രാൻസ്ലേറ്റർ ഉണ്ട്, PDF എഡിറ്റർ ഉണ്ട്, നമ്മുടെ റിപ്പോർട്ട് അറിയാൻ പറ്റും, റേറ്റ് ചാർട്ട് ഇവിടെ ഉണ്ട്, ഹെൽപ്പ് സെന്ററിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കണക്ട് ചെയ്യാം. പിന്നെ അതേപോലെ കണ്ട് എല്ലാ സർവീസുകളും നമ്മൾ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ എല്ലാ സർവീസുകളും ഉള്ളത്. ഇതിൽ കൂടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നത്, എല്ലാ സർവീസുകളും ഉപയോഗിക്കുന്നത്. കണ്ടോ, ലാൻഡ് ടാക്സ് എന്താണല്ലോ എല്ലാ സർവീസുകളും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ സർവീസുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ 1-to-1 ട്രെയിനിങ്ങിലെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഈ മിത്രം പോർട്ടൽ എങ്ങനെയാണ്
ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായി ആ ട്രെയിനർ വരുന്ന സമയത്ത് നമ്മൾ 1-to-1 ട്രെയിനിങ് സമയത്ത് ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് അവരുടെ ടൈമിൽ തന്നെ പങ്കെടുക്കുക. അതിനുശേഷം കൃത്യമായി പഠിക്കുക, ബിസിനസ് ചെയ്യുക, വളരുക. സമൂഹത്തിനും നാടിനും നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.